പ്രിയമുള്ളവരെ, ഇന്നലെ നടന്ന ആവേശകരമായ വേൾഡ് കപ്പ് ഫുട്ബോൾ ആസ്വാദനത്തിന്റെ ഭാഗമായി എൻ്റെ ഗ്രാമത്തിൽ, അതായത് കടുങ്ങാത്തുകുണ്ട് ജബീൽ ഫ്രഷിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഫുട്ബോൾ കാണാൻ വേണ്ടി അവിടെ തമ്പടിച്ചു കൂടിയ ഒത്തിരി ആളുകളെ നമുക്ക് ഈ വീഡിയോയുടെ കാണാനുണ്ട്. അതുപോലെ തന്നെ ആ കളിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കാണികളുടെ പ്രതികരണങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവരുടെ മുഖഭാവങ്ങളും അവരുടെ ബോഡി ലാംഗ്വേജും വിജയത്തിലും പരാജയത്തിലും വിവിധങ്ങളായ രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ടാവും. സ്വാഭാവികമായിട്ടും അർജന്റീന ഫാൻസിന് ആ ഒരു പരാജയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടാവും. മറു സൈഡിലാവുമ്പോൾ അർജന്റീന വിരോധികളുണ്ട്. അർജന്റീന വിരോധികൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്പെയിനിൻ്റെ ആരാധകരായതുകൊണ്ടല്ല. ഇവിടങ്ങളിലൊക്കെ കൂടുതലായിട്ടും ആരാധകർ കൂടുതലുള്ള ടീമുകളിൽ ഒന്ന് അർജന്റീനയും ബ്രസീലും അതുപോലെ തന്നെ പോർച്ചുഗലൊക്കെയാണ്. പിന്നെ അതിൻ്റെ താഴെയാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും സ്പെയിനൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ കളി കാണുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾ പുറത്തായതിനു ശേഷം നമ്മൾ കളി കാണുമ്പോൾ, അർജന്റീനയുടെ കളി കാണുമ്പോൾ അർജന്റീനയുടെ പരാജയം വന്ന് ആഘോഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം കാണികളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാഴ്ച ഇന്നലെ ഇവിടെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ കളിയെ ഞാനൊരു അർജന്റീന ഇഷ്ടപ്പെടുന്ന, കാലങ്ങളോളമായിട്ട് അർജന്റീന ടീമിനെ ഇഷ്ടപ്പെടുന്ന, അവരുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്ന പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഫൈനലിൽ അവരുടേതായിട്ടുള്ള മികവ് പ്രകടിപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അതിനൊത്ത ഒരു കളി പുറത്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അവരുടെ കുറവുകളെ കൊണ്ടോ അതല്ലെങ്കിൽ സ്പെയിൻ അത്രമാത്രം ശക്തമായി മുന്നേറിയതുകൊണ്ടോ എന്തോ ആയിരിക്കട്ടെ. എന്തായാലും ഇന്നലത്തെ കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കളിയിൽ വിജയിക്കാൻ അർഹരായിരിക്കുന്ന ആളുകൾ സ്പെയിൻ തന്നെ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപരീതമായ അഭിപ്രായമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു വിഷയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് വ്യത്യസ്തമായ അഭിപ്രായം സ്വാഭാവികമാണ്. അതാണ് സോഷ്യൽ മീഡിയ. കാരണം ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനുള്ള അവകാശം, അധികാരമുണ്ട്. അപ്പോൾ ആ അധികാരമൊക്കെ മാന്യമായ രീതിയിലായിക്കോട്ടെ. ഞാൻ അങ്ങനെയാണ് പ്രതികരിക്കൽ മറ്റുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം. ഇവിടെ ഈ കളിയുടെ മുൻവശത്തായിട്ട് സ്ക്രീനിൻ്റെ ബിഗ് സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇടം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടം പിടിച്ചിട്ടുള്ളത് കൊച്ചുമക്കളാണ്. പൊന്നാമന മക്കൾ എന്ത് ചെയ്യാണ്, വിവിധങ്ങളായ ജേഴ്സിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കേണ്ട കാര്യം മറ്റുള്ള ടീമുകളൊക്കെ പുറത്തായതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ സ്പെയിൻ അത്ര തന്നെ പെട്ടെന്നുള്ള ആരാധകർ വന്നതായിരിക്കും. മുൻകൂട്ടി അവർ ഓൾറെഡി പോർച്ചുഗലിൻ്റെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ആരാധകരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ജേഴ്സി ഒന്നും വരെ കാണുന്നില്ലെങ്കിലും അർജന്റീനയുടെ കുറച്ച് ആളുകളുടെ അവരെ ജേഴ്സിയിൽ അണിഞ്ഞുകൊണ്ട് തങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് നോക്കുമ്പോൾ ഒത്തിരി യുവാക്കളുണ്ട്, അതുപോലെ യുവതികളുണ്ട്, അതിൽ പ്രായം ചെന്നവരും പ്രായം കുറഞ്ഞവരുണ്ട്. അപ്പോൾ പ്രായം വരെ, അതായത് കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ ഫുട്ബോളിനെ എന്തുമാത്രം, ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഇവിടങ്ങളിൽ ഫുട്ബോളിനുള്ള സ്വാധീനം എന്തൊക്കെയാണെന്ന് വിളിച്ചോതുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ആൾക്കൂട്ടങ്ങളൊക്കെ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്ഥലങ്ങൾ മാത്രമല്ല, ഈ പരിസരത്ത് പല പല ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ, പല പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ ധാരാളം അവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുക്കുന്നുണ്ട്. ആ സ്ക്രീനിൻ്റെ ഒക്കെ മുമ്പിൽ ധാരാളം ആളുകളുണ്ട്. രാത്രി ഉറക്കം ഒഴിച്ച് 12:30 അതിൻ്റെ എത്രയോ മുമ്പ് തന്നെ ഇവിടെ എന്തായിട്ടുണ്ട്, എല്ലാവരും അവരുടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവേശകരമായ കാഴ്ചകളാണ്. എന്തായാലും ഫുട്ബോൾ കഴിഞ്ഞു, വേൾഡ് കപ്പ് പൂർത്തിയായി. ഇനി 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും അങ്ങനെ ഒരു മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ കളിയിൽ, ഈ നടന്ന ഫൈനലിൽ അർജന്റീനയുടെ ഭാഗത്തുനിന്ന്, അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച, ആരാധകർ പ്രതീക്ഷിച്ച അങ്ങനെ ഒരു കളി കാഴ്ചവെക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ കളി വീക്ഷിച്ച ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പ്രേക്ഷകരുടെ മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.